ഉം. അപ്പൊ എല്ലാവർക്കും ഒന്ന് കണ്ണുകൾ അടച്ചു വെക്കാം. കണ്ണുകൾ അടച്ച് ഒരു ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കൂ. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക്. നമുക്ക് അറിവ് പകർന്നു നൽകിയിട്ടുള്ള എല്ലാ ആചാര്യന്മാരുടെയും ഗുരുവിന്റെയും സാമീപ്യം ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കൂ. അവരിൽ നിന്നെല്ലാം അനുഗ്രഹം വാങ്ങുന്നതായി, അനുഗ്രഹം ലഭിക്കുന്നതായി സങ്കല്പിക്കാം. മൂന്ന് തവണ ഓം ഉച്ചരിക്കാം. ദീർഘമായ ശ്വാസം അകത്തേക്ക്. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय। ओम शांति शांति शांति। സത്യത്തിൽ നിന്നും സത്യത്തിലേക്കും തമസിൽ നിന്നും പ്രകാശത്തിലേക്കും മൃത്യുവിൽ നിന്നും അമരത്വത്തിലേക്കും ഞങ്ങളെ ഏവരെയും നയിക്കണമേ. എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റുപാടുകളിലും എൻ്റെ സമൂഹത്തിലും ശാന്തിയും സമാധാനവും സ്നേഹവും നിറയട്ടെ. ദീർഘമായ ശ്വാസം അകത്തേക്ക്. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക്. സാവധാനം കണ്ണുകൾ തുറക്കാം. അപ്പൊ ഏവർക്കും യോഗസാര ഉപനിഷത്തിന്റെ മറ്റൊരു മനോഹരമായ സന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർ യു ഓൾ എൻജോയിങ്? മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. ഈ ഉപനിഷത്തുക്കള് അത് ബിയോണ്ട് ഇന്റലക്ട് ആണ്. ബിയോണ്ട് ഇന്റലക്ട്. വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുക്കള്, വേദാന്തം മീൻസ് ഇത് എൻഡ് ഓഫ് വേദാസ് അല്ല. അന്തം എന്ന് വെച്ച് കഴിഞ്ഞാല് സത്ത്, അതിന്റെ നെക്ടർ. എന്താണോ വേദങ്ങള് അതിന്റെ ഏറ്റവും പ്യൂവറസ്റ്റ് ഫോം, പ്യൂവറസ്റ്റ് ആൻഡ് നെക്ടർ ഫോം ആണ് ഉപനിഷത്തുക്കള്. യെസ്. ഈ വേദങ്ങൾ എന്നുള്ളത് ഒരാൾ എഴുതിയതുമല്ല. വേദവ്യാസൻ എന്നുള്ള ഋഷി വര്യൻ അത് നാലായിട്ട് പകുത്തുന്നു മാത്രമേ ഉള്ളൂ വേദങ്ങളെ. ബട്ട് ദ നോളജ് അത് ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഋഷിമാരുടെ ആ ഒരു ഇന്റലിജൻസ്, എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആ ഇന്റലിജൻസിന്റെ ഒരു റിസൾട്ടാണ് വേദങ്ങളെല്ലാം. യെസ്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ നെക്ടർ എന്ന് പറയുന്ന ഉപനിഷത്തുക്കള് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്രമാത്രം ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള നോളജ് ആണ് ഉപനിഷത്തുക്കള്. അതുകൊണ്ടാണ് ഒരു ഉപനിഷത്തും മനസ്സിന്റെ തലത്തിൽ നിന്നിട്ടല്ല
ഡെലിവർ ചെയ്യുന്നത് നോളജ്. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ഗുരുക്കന്മാരുടെ അടുത്ത് പോയി സമർപ്പിക്കാൻ പറയുന്നത്. സമർപ്പണം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സറണ്ടർ. യെസ്, ആ മനസ്സ് എന്ന തലത്തെ അങ്ങ് സറണ്ടർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ആ സറണ്ടർ സംഭവിച്ചു കഴിഞ്ഞാൽ നോളജ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുകയുള്ളൂ. അത്യാവശ്യം കേൾക്കാനെങ്കിലും സാധിക്കണമെങ്കിൽ ആ സറണ്ടർ നമ്മളിൽ ഉണ്ടാവണം. ആ സറണ്ടർനെസ്സിനെയാണ് നമ്മൾ പാത്രത എന്ന് പറയുന്നത്. ആ സമർപ്പിക്കാനുള്ള ആ ഒരു ഭാവത്തെ. ആ എത്രത്തോളം സമർപ്പണ ഭാവം നമ്മൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം പാത്രത നമുക്ക് ഉണ്ടാവും. എത്രത്തോളം പാത്രതയുണ്ടോ അത്രയും ജ്ഞാനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. എത്രമാത്രം ജ്ഞാനം സ്വീകരിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായിരിക്കും. അതാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങൾ ഏവരെയും കൊണ്ടു നയിക്കണമേ. അസത്തോമ സദ്ഗമയ, അല്ലെങ്കിൽ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. ഒറ്റ വഴിയുള്ളൂ, നോളജ്. അല്ലാതെ വേറൊരു ഉപായവുമില്ല. ദ നോളജ് ഓഫ് ദ ഇൻഫിനിറ്റി, ദ നോളജ് ഓഫ് ദ കോൺഷ്യസ്നസ്, അവബോധം. ഹൂ ആം ഐ? അപ്പൊ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെയോ, ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയോ, സയൻസ് മീൻസ് നമ്മുടെ സബ്ജക്റ്റുകൾ പഠിക്കുന്ന രീതിയിൽ അല്ല ഇത് പഠിക്കാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് കാണാതെ പഠിക്കാൻ സാധിക്കുകയില്ല. കാണാതെ പഠിച്ചിട്ട് വേണമെങ്കിൽ 2-3 ആൾക്കാരുടെ മുന്നിൽ പോയി കുറെ ശ്ലോകങ്ങൾ ഉരുവിടാം എന്നല്ലാതെ ഇതൊരിക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാവില്ല. അതിനാണ് മനനം ചെയ്യേണ്ടത്. കാരണം യു ആർ ഗോയിങ് ബിയോണ്ട് ദ ഇന്റലക്ട്. ബുദ്ധിക്കും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് ബുദ്ധിയിൽ ഉറക്കണ്ടേ? എങ്കിലല്ലേ നിങ്ങൾക്ക് ആ ബുദ്ധിയുടെ ഉള്ളിൽ ആ കിടക്കുന്ന നോളജ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള തലത്തിലേക്ക് മാറണമെങ്കിൽ മനനം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ ഒരു പഠനത്തിലൂടെയാണ് നമ്മൾ ഉപനിഷത്തുക്കളെ സമീപിക്കുന്നത്. യെസ്, മനനം ചെയ്യണം എന്തായാലും. ഓരോ ദിവസവും ആ നോളജ് കേൾക്കുമ്പോൾ എന്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നത് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ആ ഒരു മനനം പ്രോസസ്സ് നടക്കണം. ഓക്കെ, യെസ്. ഈ മനസ്സിന്റെ തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോകം തന്നെ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ ആളുകളോട് ഇടപെടുന്ന ആ രീതി ആയിക്കൊള്ളട്ടെ, എല്ലാം നമ്മൾ ആ മനസ്സിന്റെ തലത്തിൽ നിന്നാണ്. യെസ് ഓർ നോ? യെസ്. ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്കറിയോ, അതാണ് ഏറ്റവും രസകരമായ കാര്യം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്തില് ചെറുപ്പത്തിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് വലുതാകുമ്പോൾ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായി മാറുന്നത്. യെസ്, അറിയായിരിക്കും. വളരെ നിങ്ങൾക്ക് നെറ്റിലേക്ക് സെർച്ച് ചെയ്ത് അറിയാൻ സാധിക്കും. സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. സീരിയൽ, അവർക്ക് കൊല ചെയ്യാന്ന് പറഞ്ഞ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവർക്ക് തോന്നിയ അങ്ങ് കൊല്ലുവാണ്. സീരിയൽ കില്ലേഴ്സ് എന്നാ പറയാ അവരെ പറ്റി. ഇവരുടെയൊക്കെ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പത്തില് അവരെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പല സാഹചര്യങ്ങളുടെ വിക്ടിംസ് ആയിട്ടുള്ളവരാണ് ക്രൂരന്മാരായിട്ട് സമൂഹത്തിന് ആ ഒരു വിരുദ്ധരായിട്ടുള്ള ആളുകളായിട്ട് മാറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ആ ഒരു മനസ്സിന്റെ തലത്തില് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മനസ്സിലേറ്റിട്ടുള്ള ആഘാതങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തി വെക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ ജീവിതങ്ങളും. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ നമുക്കൊരു ചിന്താഗതി ഉണ്ട് ലോകത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ പറ്റിയിട്ട് നമുക്കൊരു പ്രഥമ ദൃഷ്ടിയ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ കയറും. ഇയാൾ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ആയിരിക്കാം. ഒരു ചെറിയൊരു ബോധം അകത്തേക്ക് കയറും. അത് എവിടുന്നാ കയറുന്നേ? മനസ്സിന്റെ തലത്തില്. ഇപ്പൊ നിങ്ങള് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പുതിയ ആളെ കാണുമ്പോ അയാളെ വിശ്വസിക്കാണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, അയാൾ നിങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് കരുതുക. പിന്നെ നിങ്ങൾ ജന്മത്ത് വേറൊരു വ്യക്തിയെ, പുതിയൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സുഹൃത്തുന്ന രീതിയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടി. അനുഭവം എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ മനസ്സില്. അപ്പൊ ലോകത്തെ മുഴുവനും സ്വീകരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിന്റെ തലത്തിൽ നിന്നാണ്. ഉപനിഷത്തുകൾ അതാ വീണ്ടും വീണ്ടും പറയണ ഈ നോളജ് എന്നുള്ളത് എവറി സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റുകളും ആ മാനസികമായ തലത്തിലാണ്. ഉപനിഷത്ത് ജ്ഞാനം അത് മനസ്സിനും അപ്പുറമാണ്. അതാണ് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്. യെസ്. അപ്പൊ അത് പഠിക്കണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടേ? അതാണ് പാത്രത. അതാണ് പാത്രത, ആ സമർപ്പണം.
ആ ജ്ഞാനം പകർന്ന് നൽകുന്ന തത്വമാണ് ഗുരു. മനസ്സിലാവുന്നുണ്ടോ? ABCD പഠിപ്പിക്കുന്ന ആളല്ല ഗുരു. 1+1=2 എന്ന് പറയുന്ന ആളല്ല ഗുരു. ഗുരു മീൻസ് സംതിങ് ബിയോണ്ട് ദ ഇന്റലക്ട്. അതൊരു തത്വമാണ്. അപ്പൊ ആ ഗുരു തത്വത്തിൽ നിന്നാണ് നമ്മൾ ജ്ഞാനം സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ലോവസ്റ്റ് ലെവലിൽ കിടന്നിട്ട് നമ്മൾ ഇതിനെ സ്വീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാല് അത് ഈഗോയുടെ സാറ്റിസ്ഫാക്ഷൻ മാത്രമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ആവരുത്. അതാണ് വീണ്ടും വീണ്ടും പറയണേ, മനനത്തിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത്. മനനത്തിലൂടെ സഞ്ചരിക്കണം. ഓക്കെ, യെസ്. അപ്പോ നമ്മള് ഇന്നലെ വളരെ ഗഹനമായിട്ടുള്ള കാര്യമായിരുന്നു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ആ കോൺഷ്യസ്നെസ്സും അതിന്റെ ആ ഒരു പ്രവർത്തിക്കാനുള്ള 4 തലങ്ങൾ അല്ലേ, ആ ഒരു 4 മോഡ്സ് എന്നുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണത്? മനസ്സ്, ചിത്ത, പിന്നെ ഈഗോ ആൻഡ് ഇന്റലക്ട്. ബുദ്ധി, മനസ്സ്, ഓർമ്മ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ ചിത്ത, അഹംബോധം അല്ലെ അഹങ്കാരം. ഇതിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു വാക്കാണ് അന്ധകരണങ്ങള്. അന്ധകരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കരണം മീൻസ് ടൂൾസ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ ടൂൾ എന്നാണ്. ഇതാണ് 4 ടൂൾസ്. 4 ടൂൾസ് ഓഫ് ഓപ്പറേഷൻ ആരുടെ? ദ കോൺഷ്യസ്നെസിന്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സിനിമയില് ഒരു ആക്ടർ അഭിനയിക്കുന്നുണ്ട്. ഒരു ആക്ടർ അഭിനയിക്കുകയാണ്, ഒരാള് അഭിനയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ മോഹൻലാൽ എടുത്തോളൂ. മോഹൻലാലിന്റെ കിരീടം എന്നുള്ള സിനിമ നിങ്ങൾ എടുത്തോളൂ. ആ കിരീടം എന്ന സിനിമ, അതിനെ മനോഹരമാക്കിയ ഫാക്ടറിൽ പ്രധാനപ്പെട്ട ആളാണ് ആ നായകനായിട്ടുള്ള മോഹൻലാൽ അവതരിപ്പിച്ച ആ കഥാപാത്രം. യെസ്. പക്ഷേ മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ എന്നുള്ള ആ ഒരു വ്യക്തിയായിട്ടാണോ അതിൽ അഭിനയിച്ചത്? ഒരിക്കലുമല്ല. ആ ക്യാരക്ടറിന് പേരുണ്ടായിരുന്നു. യെസ് ഓർ നോ? അത് മാത്രമല്ല, ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളും കഥകളും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. അവിടെ മോഹൻലാൽ അല്ലായിരുന്നു, അവിടെ എന്തായിരുന്നു? ആ സിനിമയും ആ സിനിമയുടെ കഥാപാത്രവും ആയിരുന്നു. യെസ് ഓർ നോ? സേതുമാധവൻ, അത് തന്നെ. ആ സിനിമയും അതിന്റെ കഥാപാത്രങ്ങളും ആയിരുന്നു. ഓക്കെ. പക്ഷേ യഥാർത്ഥത്തില് ആ സിനിമയും മോഹൻലാലുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അയാൾ അഭിനയിക്കുക മാത്രമായിരുന്നു. സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ വ്യക്തിക്ക് ജീവിതത്തില്, മോഹൻലാലിന്? ഇല്ല, ഒരിക്കലും ഇല്ല. യെസ്. ഇതാണ് നോളജ്. പക്ഷെ സിനിമ മുന്നോട്ട് പോകണമെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെയും ആ കഥയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ സിനിമ മനോഹരമാവുള്ളൂ. പക്ഷെ എത്രമാത്രം അത് മനോഹരമാണെങ്കിലും അല്ലെങ്കിൽ എത്ര ട്രാജഡി ആണെങ്കിലും മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിൽ അഭിനയിക്കുമ്പോ യെസ്, ആ മോഹൻലാൽ ഇല്ലാതെ ആ സിനിമയ്ക്ക് മുന്നോട്ടൊരു യാത്രയില്ല. ആ സിനിമ അവിടെ ഉണ്ടാവണമെങ്കിൽ മോഹൻലാൽ എന്നുള്ള കഥാപാത്രം അനിവാര്യമാണ്. പക്ഷെ മോഹൻലാലായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. യെസ്, മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ തന്നെയാണ് ഈ മോഹൻലാലിനെ നിങ്ങൾ അവബോധമായിട്ട് എടുത്തോളൂ. അവബോധമില്ലാതെ, കോൺഷ്യസ്നെസ് ഇല്ലാതെ ജീവിതം ഇല്ല. ജീവിതമാണ് ആ സിനിമ. അതില്ലാതെ സിനിമയില്ല. പക്ഷെ സിനിമ മുന്നോട്ട് പോകണമെങ്കിൽ ആര് വേണം? മോഹൻലാൽ വേണം, അല്ലെങ്കിൽ ആ അവബോധം വേണം, ആ കോൺഷ്യസ്നെസ് വേണം. മനസ്സിലാവുന്നുണ്ടോ? മോഹൻലാൽ ഇല്ലാതെ സിനിമയില്ല, പക്ഷെ സിനിമയല്ല മോഹൻലാല്. ഈ കോൺഷ്യസ്നെസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിതമില്ല, അല്ലെങ്കിൽ ഈ ശരീരമായിട്ടുള്ള ഒരു യാത്രയില്ല. പക്ഷേ ഈ ശരീരവും ഈ ജീവിതവും അല്ല യഥാർത്ഥത്തിലെ നിങ്ങള്. പക്ഷെ നിങ്ങൾക്ക് ഈ ജീവിതത്തിലൂടെ പോകണമെങ്കിൽ ഇതെല്ലാം വേണം. മനസ്സ് വേണം, ബുദ്ധി വേണം, ഈഗോ വേണം, നമ്മുടെ എന്താണ്, ചിത്ത, ഇതെല്ലാം വേണം. പക്ഷെ ഇതല്ല നിങ്ങള്. ഇത് ക്ലിയർ ആയി ഒരു കാര്യം? ഇതെല്ലാം വേണം, പക്ഷെ ഇതല്ല നിങ്ങള്. ഈ ശരീരവും മാനിഫെസ്റ്റേഷൻ ആണ് കോൺഷ്യസ്നെസിന്റെ, മനസ്സും മാനിഫെസ്റ്റേഷൻ ആണ്, ബുദ്ധിയും മാനിഫെസ്റ്റേഷൻ ആണ്, ആ ചിത്തയും മാനിഫെസ്റ്റേഷൻ ആണ്. പക്ഷേ ഈ കിടക്കുന്ന 4 ഉപകരണങ്ങളില്, ഈ അന്ധകരണങ്ങളിലാണ് നിങ്ങൾ പെട്ടുകിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കോൺഷ്യസ്നെസ്സിനെ അറിയുവാൻ
സാധിക്കുകയില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കുകയേ വേണ്ട. അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അങ്ങോട്ട് എത്തുകയും ഒരിക്കലുമില്ല. അങ്ങോട്ട് എത്താൻ സാധിക്കുകയില്ല. ഓക്കെ. അപ്പൊ അതിനെ അറിയണമെങ്കിൽ ഈ തലങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം ടൂൾസ് മാത്രമാണ് എന്നറിയാനുള്ള ബോധം അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ സാധിക്കണം. മൈൻഡ് ടൂളാണ്, എന്റെ ബുദ്ധി ഒരു ടൂളാണ്, എന്റെ ഓർമ്മ ഒരു ടൂളാണ്, ഈ ഞാൻ എന്ന ഭാവവും ഒരു ടൂള് മാത്രമാണ്. Then whose tool? ആരുടെ ടൂളാണ്? And that is ജീവാത്മ, the consciousness. കോൺഷ്യസ്നസ്. ഒരിക്കല് ഒരു ആശ്രമത്തില് ഒരു ഗുരു, അദ്ദേഹം നോളജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനയജ്ഞം ക്ലാസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ശിഷ്യന്മാരോട് ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ കാലമാണ്, വളരെ പണ്ടാണ്, ഏതൊരു നാട്ടില്. ഒരുപാട് ശിഷ്യന്മാർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ കാലമായിട്ട് നിങ്ങൾക്ക് അറിയാം, പട്ടണങ്ങളൊന്നും അധികം ഒന്നും ഇല്ല. അപ്പോ കാടുകളുടെ ചുറ്റും കാടായിരിക്കും. കാട്ടിനുള്ളില് ആ ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാ ഗുരുകുലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു അന്നത്തെ കാലഘട്ടത്തില് ഡീഫോറസ്റ്റേഷൻ ഒന്നും ഇല്ല, മരങ്ങൾ വെട്ടലൊന്നും ഇല്ല, അല്ല പ്രകൃതിയോട് ഇണങ്ങിയാണ് എല്ലാവരും ജീവിച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യവും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാറുണ്ട്. പക്ഷെ ആ ഒരു പോസിറ്റിവിറ്റിയില് അതൊന്നും വരില്ല. അത് വേറൊരു വിഷയമാണ്, എങ്ങനെയാണ് മൃഗങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത്. അതോടെ നിൽക്കട്ടെ. എന്തായാലും അങ്ങനെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നമ്മൾ കഥയിലേക്ക് വരാൻ വേണ്ടും. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആശ്രമത്തിലേക്ക് ഒരാൾ ഓടി വരികയാണ്. എന്നിട്ട് പറയാണ്, ഗുരു പെട്ടെന്ന് തന്നെ മാറിക്കോളൂ, ഇവിടെ തന്നെ മാറിക്കോളൂ, കാരണം കാട്ടാനക്കൂട്ടം വരുന്നുണ്ട്. കാട്ടാനക്കൂട്ടം, മതമിളകിയ കാട്ടാനക്കൂട്ടാണ്. അപ്പൊ അവരിങ്ങനെ മതിച്ചങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഇവിടെ നമ്മൾ മാറണം എന്ന് പറയാണ്. അപ്പൊ ഗുരു പറയാണ്, കാട്ടാനക്കൂട്ടമോ? എന്ത് കാട്ടാനക്കൂട്ടം? അപ്പൊ ഇത് കേട്ടപ്പോ ദൂതുമായിട്ട് വന്നയാള്, ആ വാർത്തയുമായിട്ട് വന്നയാള് അയാൾ പറയാണ്, ഏത് കാട്ടാനക്കൂട്ടം എന്നും പറഞ്ഞിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. വീണ്ടും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ശിഷ്യന്മാര് കണ്ടോണ്ടിരിക്കുക കേട്ടോ. നമ്മളെ പോലെ തന്നെ ഈ കഥ കേൾക്കുന്നത് പോലെ തന്നെ ശിഷ്യന്മാരും ഇത് കണ്ടോണ്ടിരിക്കുക. നമ്മൾ കേൾക്കുന്നു, അവർ കണ്ടോണ്ടിരിക്കുന്നു. യാതൊരു ഐഡിയയും കിട്ടില്ല ഇത് എന്താണ് സംഭവം എന്നുള്ള കാര്യം. കുറച്ച് കഴിയുമ്പോ വേറൊരു ആള് ഓടി വന്നു അങ്ങോട്ട്. അയാൾ കഥച്ചോടിക്കൊണ്ട്, ഗുരു ഇവിടെ രക്ഷപ്പെട്ടോണം, ഒരു രക്ഷയില്ല, അപ്പുറത്തെ രാജ്യത്തെ രാജാവ് ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട്, ഈ വഴിയാണ് വരുന്നത്, അവർ കാണുന്നവരൊക്കെ ഇങ്ങനെ കൊന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയാണ്. അപ്പൊ ഗുരു നോക്കിട്ട് പറഞ്ഞു, ഏത് രാജാവ്? ഏത് രാജ്യം? അപ്പൊ ദൂത് വന്നയാള്, ഏത് രാജ്യം? ഏത് രാജാവ്? അയാൾ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഇത് കണ്ടപ്പോ ഇരുന്നിരുന്ന ശിഷ്യന്മാരുടെ ഒക്കെ മനസ്സ്, എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരാൾ ഓടി വരുന്നു, ടെൻഷൻ അടിച്ച് ഗുരുവിനോട് സംസാരിക്കുന്നു, ഗുരു തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പോകുന്നു, ഒരു ഐഡിയ ഇല്ല. നമ്മളെ പോലെ തന്നെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ ശിഷ്യന്മാർ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ വേറൊരാൾ ഓടി വന്നു അങ്ങോട്ട്. വേറൊരാൾ ഓടി വന്നു. എന്നിട്ട് ഒരു ഗുരു, എന്റെ കല്യാണമായിരുന്നു ഒന്ന്, എന്റെ കല്യാണം. അപ്പൊ ഞാൻ നല്ല പായസം വെച്ചിട്ടുണ്ട്, പായസം അങ്ങേക്ക് തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഗുരു പറഞ്ഞു, പായസോ? തരൂ തരൂ തരൂ. അപ്പൊ അയാള് അവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അയാളുടെ ഒരു പരിചാരകന്മാര് വന്നിട്ട് വലിയ വണ്ടാവ് നിറച്ച് പായസം ഗുരുവിന് കൊടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് അയാള് തിരിച്ചുപോയി. ഈ ഇതും കൂടെ കണ്ടപ്പോ എല്ലാവർക്കും ഡൗട്ട് കൂടി. നമ്മളെ പോലെ ഒന്നും അറിയില്ലാതെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പൊ അതില് ഒരു ശിഷ്യൻ എണീറ്റ് ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഒരാൾ വന്ന് കാട്ടാനക്കൂട്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു അയാളുടെ ചോദ്യം ചോദിച്ചു, എന്ത് കാട്ടാന ചോദിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് സന്തോഷമായി, അയാൾ തിരിച്ചുപോയി. വേറൊരാൾ കൂടി വന്നു, ശത്രു രാജ്യത്തെ പറ്റി ശത്രു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് ചോദിച്ചു, ഏത് ശത്രു എന്ന് ചോദിച്ചു, അയാളും പോയി. പക്ഷെ മറ്റാൾ പറഞ്ഞു, എന്റെ കല്യാണമാണ്, പായസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, പായസം തരാം എന്ന് പറഞ്ഞപ്പോ തരുമെന്ന് പറഞ്ഞപ്പോ എന്താണ്, പായസം തന്നിട്ട് പോയി. ഇതെന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിന്റെ അർത്ഥം ഒന്ന്, ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഒന്ന് പറഞ്ഞു തന്നാലും ഗുരു എന്ന് പറയാണ്. ഓക്കെ. അപ്പൊ ഈ കഥ അത്രേ ഉള്ളൂ കേട്ടോ. കഥ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചെന്നല്ലേ, ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളതാണ്. ഈ കഥ മനസ്സിലുണ്ടല്ലോ അല്ലെ, ഈ കഥ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൂതുമായിട്ട് വന്ന ആളുകളുണ്ട്, ദൂതുമായിട്ട് ഇവരാണ് ചിന്തകൾ. എന്താണ്?
യുവർ തോട്ട്സ്. ഗുരു ആരാണ്? ദ ഇന്റലക്ട്, ബുദ്ധിയാണ്. ആ അപ്പൊ ഈ ദൂതുമായിട്ട് വന്നയാള് പറയാണ്, ഒരു നെഗറ്റീവ് തോട്ടായിട്ട് അങ്ങ് വരുവാണ്. നെഗറ്റീവ് തോട്ടായിട്ട്, എന്ത് കാട്ടാനക്കൂട്ടം. അപ്പൊ ഗുരു ചോദിക്കുകയാണ്, എന്ത് കാട്ടാനക്കൂട്ടം എന്ന് ചോദിക്കുമ്പോ ദൂത് വന്നയാള് ആ തോട്ടിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അയാള് തിരിച്ചുപോയി. കാരണം നിങ്ങൾക്ക് മനസ്സിലായി അതിലൊരു കാര്യവുമില്ല, അത് വെറും ചിന്ത മാത്രമാണ്. അടുത്തയാള് വലിയ വിഷയമായിട്ടാ വന്നത്. ശത്രു രാജ്യം ആക്രമിക്കാൻ വരുന്നു, എല്ലാവരും കൊല്ലാൻ പോവാണ്. സീ, ഒരു ചിന്ത വരുവാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. എന്ത്, എന്റെ ജീവിതം ഇവിടെ തീരാൻ പോവാണ്, ആരും എന്നെ കൊല്ലാൻ വരുവാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടെ നശിക്കാൻ പോവാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ആള് ദൂതുമായിട്ട് വന്നത്. അപ്പൊ ഇന്റലക്ട് പറഞ്ഞു, എന്ത്? ഗുരു പറഞ്ഞു, എന്താ ചോദിച്ചത്? ഏത് ശത്രു, എന്ത് രാജ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ ആ തോട്ടുമാടില്ലാതായി. മൂന്നാമത്തെ ആൾ വന്നു, ഒരു പോസിറ്റീവ് കാര്യമായിട്ട്, തോട്ടായിട്ട്, പോസിറ്റീവായിട്ട് വന്നു. അപ്പൊ ഗുരു ചോദിച്ചു, ഗുരു പറഞ്ഞു, അതിനെ സ്വീകരിച്ചു പോസിറ്റീവ് കാര്യങ്ങളെ. അപ്പൊ സംഭവിച്ചു, നിങ്ങൾക്ക് പായസം കിട്ടി അവിടെ എല്ലാവർക്കും. സി, ഇത് തന്നെയാണ് ജീവിതം. ജീവിതത്തിലെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഹൗ ദ തോട്ട്സ് അറൈസ്, ഹൗ ദ തോട്ട്സ് അറൈസ്, എങ്ങനെയാണ് ചിന്തകൾ രൂപപ്പെടുന്നത്. ചിന്തകള് ഉപനിഷത്തില് ഗുരു പറയുന്ന വാക്യാണ്, ഉദ്ധാത്തം മനശ്ചിത്തം യത് പ്രഭാവ വൃത്തയഃ. മനസ്സ് എക്സൈറ്റഡ് ആവും. അപ്പൊ എന്ത് സംഭവിക്കും? കണക്ഷൻ. ആദ്യം മനസ്സ്, പിന്നെ ചിത്ത, പിന്നെ ബുദ്ധി, പിന്നെ ഈഗോ. ഇത് നിങ്ങൾ എഴുതി വെച്ചോട്ടോ, എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം നിങ്ങൾ മനസ്സെന്ന് എഴുതി വെക്കുക, മൈൻഡ്. ദെൻ ടു ദ മെമ്മറി ഓർ ചിത്ത, മെമ്മറി അല്ല ചിത്ത എന്ന് എഴുതിയാൽ മതി, ചിത്ത. ദെൻ ടു ദ ഇന്റലക്ട്, ബുദ്ധി, ആൻഡ് ടു ദ ഈഗോ, ഈഗോ. ഓക്കെ, യെസ്. അപ്പൊ ഉപനിഷത്തില് ഗുരു പറയുകയാണ്, വെൻ ദ മൈൻഡ്, മനസ്സും എക്സൈറ്റഡ് ആകുമ്പോ, മനസ്സങ്ങനെ എക്സൈറ്റഡ് ആവുന്നത്, മനസ്സിന്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചിന്ദ്രിയങ്ങൾ, കേൾക്കുന്നത്, കാണുന്നത്, അനുഭവിക്കുന്നത്, ടേസ്റ്റ് ചെയ്യുന്ന ആ ഇന്ദ്രിയങ്ങൾ വഴി സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതാണ് മനസ്സിന്റെ ഉപകരണങ്ങള്. അത് നിങ്ങൾ സ്വീകരിക്കുന്ന കാര്യം എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുന്നു, ചിത്തയായിട്ട് കണക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഈ ചിത്ത എന്ന് പറയുന്നത് അതൊരു സബ് കോൺഷ്യസ് ലെവലുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമൊന്നും ആവണമെന്നില്ല ഈ ഒരു ചിത്ത എന്ന് പറയണത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ, ചിന്തയിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഒരു പക്ഷെ നിങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന, നിങ്ങൾ മറന്നുപോയിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ചുവന്ന പെൻസിൽ ഞാൻ ഉയർത്തി കാണിച്ചാല് പെട്ടെന്ന് നിങ്ങൾ ഒരു പക്ഷെ വിഷമത്തിലേക്ക് പോവായിരിക്കാം. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ചെറുപ്പത്തിൽ ആ ഒരു ചുവന്ന പെൻസിൽ വെച്ച് എന്നെ കുത്തിയിട്ട് എനിക്ക് വളരെ വേദനിച്ചൊരു ഓർമ്മ എന്റെ അഗാധമായ മനസ്സിൽ കിടക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ആ ചുവന്ന പെൻസിൽ കണ്ടപ്പോൾ ആ ഓർമ്മ കയറി വന്നു. ഓർമ്മയല്ല കയറി വന്നു, ആ വികാരം കയറി വന്നു. ഞാൻ പെട്ടെന്ന് ടെൻഷനിലായി. ഇതാണ് ഒരു എക്സാമ്പിള്. ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിലുണ്ട്. നമ്മൾ കേൾക്കുന്ന, കാണുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോ പെട്ടെന്ന് ഇത് മെമ്മറിയിലേക്ക് സ്റ്റിമുലേറ്റഡ് ആക്കപ്പെടും. എന്ത്? മനസ്സ് എക്സൈറ്റഡ് ആയി, അത് മെമ്മറിയെ, ചിത്തയെ എക്സൈറ്റഡ് ആക്കും. അപ്പൊ ഇത് സംഭവിക്കും, ഒരു പർട്ടിക്കുലർ വികാരം അങ്ങ് നമുക്ക് ഉണ്ടാവും. ഒരു വികാരം നമുക്ക് ഉണ്ടാവുകയാണ്. അതാണ് ദൂത് വരുന്ന ആള്. ദൂത് വരുന്ന ആള് അത് നേരെ എങ്ങോട്ട് പോകും? ഇന്റലക്റ്റിലേക്ക് പോകും. ഇന്റലക്റ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലും. ഒരുപക്ഷെ കാട്ടാനക്കൂട്ടത്തിന്റെ ഒരു ചിന്തയായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ശത്രു രാജ്യത്തെ രാജാവിന്റെ ചിന്തയായിട്ടായിരിക്കാം ആ ഒരു വികാരം ഇന്റലക്റ്റിലേക്ക് പോകുന്നത്. അപ്പൊ ഒരുപക്ഷെ അവിടെ ഗുരു പറയാണ്, അയ്യോ കാട്ടാനക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഗുരുവിന് വേണമെങ്കിൽ എണീറ്റ് ഓടാമായിരുന്നു. അങ്ങനെ എണീറ്റ് ഓടുന്നവരാണ് നമ്മൾ പലരും. അയ്യോ എന്റെ ജീവിതം തീർന്നേ, അയ്യോ കൊറോണ ഒന്ന് മൊത്തം പ്രശ്നം. ചിന്തിക്കണോ? ദൂത് വരുന്ന ആളുകളെ എല്ലാവരെയും നിങ്ങൾ സ്വീകരിച്ചിരുത്തുവാണ്. ഇന്റലക്ട് എന്ത് ചെയ്യണം? വിവേക. ഇതാണ് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവ്, വിവേകമുണ്ട്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്താണ് എനിക്ക് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്, ഏത് ചിന്തയാണ് എനിക്ക് വേണ്ടത്, ഏത് ചിന്തയാണ് എനിക്ക് വേണ്ടാത്തത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഇന്റലക്ട്, അതിനാണ് ഇന്റലക്ട്. അപ്പൊ ദൂത് വരുന്ന ആള് ഏത് ദൂതുമായിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട്
അത് കാട്ടാനയാണെങ്കിൽ ഏത് കാട്ടാന എന്ന് ചോദിക്കാനുള്ള തന്റേടം ഉണ്ടാവണം, വീര്യം ഉണ്ടാവണം. അതാണ് അഡ്വാൻസ് കോഴ്സിൽ, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പാർട്ട് 2 കോഴ്സിലുണ്ട് വീര്യം, അല്ലെ? ആ വീര്യം പ്രോസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ആ ഗുരുവിന്റെ തലത്തിലാണ് നിങ്ങൾ അവിടെ സംസാരിക്കുന്നത്. ആ വീര്യം എന്തിനു വേണ്ടിയിട്ടാണ് വീര്യം? ഏത് കാട്ടാന എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റണം നമ്മുടെ ആ ചിന്തകളോട്, ആ ഒരു തോട്ടിനോട്. അല്ലെങ്കിൽ ശത്രു രാജ്യം വരുമ്പോ ഏത് ശത്രു തിരിച്ചു വയ്ക്കാൻ സാധിക്കണം. യെസ്, അപ്പൊ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റണം. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വന്നാല് അതിനോടൊപ്പം തന്നെ ഇരുന്നുകൊള്ളൂ. അപ്പൊ ഡിസ്ക്രിമിനേഷന് വേണ്ടിയിട്ടാണ് ഇന്റലക്ട്. എന്നിട്ട് അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? നിങ്ങളുടെ ഈഗോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇന്റലക്ട് കൊടുക്കുന്ന നിർദ്ദേശം ടെൻഷൻ, ഡിപ്രഷൻ, വിഷമാണെങ്കിൽ നിങ്ങൾ എന്ന ഞാനിപ്പോ ടെൻഷനിലാണ്, ഞാനിപ്പോ വിഷമത്തിലാണ്. പണ്ട് എനിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനകള് എന്ത് സംഭവിച്ചേ? ചിത്ത സ്റ്റിമുലേറ്റഡ് ആയി. ആ ഓർമ്മകളെല്ലാം സ്റ്റിമുലേറ്റഡ് ആയി. നേരെ ഇന്റലക്റ്റിലേക്ക് പോയി. ഇന്റലക്ട് എല്ലാം സ്വീകരിച്ചു. പോരെ പോരെ പോരെ, ദൂത് വന്ന ആൾക്കാർ എല്ലാവരും സ്വീകരിച്ചെടുത്ത് ഇന്റലക്ട്. എന്നിട്ട് ഈഗോയോട് പറഞ്ഞു, എടി നീ പോയി ടെൻഷൻ അടിക്ക്, അതാണ് നിനക്ക് പറ്റുള്ളൂ, നിനക്ക് ഈ ജന്മത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? പോയി ടെൻഷൻ അടിക്കും, മുഖത്തൊരു ചിരി നീ വരുത്തരുത്. ചിരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിരിക്കാനുള്ള വലിയ യോഗ്യതയുണ്ടോ? എത്ര നീ അനുഭവിച്ചിട്ടു, ഇനി നീ ചിരിക്കാൻ പോകണം, പോയി കരയുക എന്നാണ് ഇന്റലക്ട് പറയണത്. അത് കേട്ട് പോയി ഇരുന്ന് കരയുകയാണ് നമ്മളിൽ പലരും. അപ്പൊ ഗുരു പറയുകയാണ്, ഇന്റലക്ട് എന്നത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ഒരു ടൂളാണ്. ഈഗോ എന്നത് റിഫ്ലക്ഷൻ ആയിരിക്കണം. റിഫ്ലക്ഷൻ എന്തിന്റെ റിഫ്ലക്ഷൻ? ഒരു പോസിറ്റിവിറ്റിയുടെ റിഫ്ലക്ഷൻ ആയിരിക്കണം ഈഗോ. അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കണം, തോട്ട്സ് സ്റ്റിമുലേറ്റഡ് ആക്കുന്ന എങ്ങനെയാണ്? മനസ്സ് സ്റ്റിമുലേറ്റഡ് ആയി, ചിത്ത സ്റ്റിമുലേറ്റഡ് ആയി. അവിടുന്ന് കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇന്റലക്റ്റിലേക്ക് പോകുന്നത്. ഇന്റലക്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം ഏത് വേണ്ട ഏത് വേണം എന്നുള്ളത്. കാരണം ഈ ഓർമ്മയും ഈ പറയുന്ന മനസ്സും ഇത് എല്ലാം വെറും മായ മാത്രമാണ്. അതെല്ലാം കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതമായിട്ട് ഇപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ചിത്ത ആക്ടിവേറ്റഡ് ആയിട്ട് നിന്ന് നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബുദ്ധി പറയാണ്, നീ പോയി അനുഭവിക്കും എന്ന് പറയുമ്പോൾ, ടെൻഷൻ അടിക്കും എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രവൃത്തികളും ആ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും. അപ്പൊ എന്ത് സംഭവിക്കും? യു ആർ സ്റ്റിൽ ഇൻ ദ കാർമിക് സൈക്കിൾ. എന്ത് കാർമിക് സൈക്കിള്? മൈ ഡിയർ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ ജന്മത്തിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന്? നെവർ. ഇത് തന്നെയായിരുന്നു എല്ലാ ജന്മങ്ങളിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മോചനം നേടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ജന്മത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിവേകം എന്തിനു വേണ്ടിയിട്ടാണ്? വിവേകം ഇതിൽ നിന്നും പുറത്തു കടക്കണം. അപ്പൊ പെട്ടെന്നൊരു ടെൻഷനൊക്കെ വരുമ്പോ, ടെൻഷൻ അടിക്കാൻ തോന്നുമ്പോ ഓർത്തോണം, ഓ മൈ ഗോഡ്, ഇത് തന്നെയായിരുന്നു എല്ലാ ജന്മങ്ങളിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രശ്നം വന്നു, ഞാൻ ടെൻഷൻ അടിച്ചിരുന്നു, ടെൻഷൻ അടിച്ച് താഴേക്ക് പോയി അതൊരു ഇംപ്രഷനായി മാറി. അതൊരു ഇംപ്രഷനായിട്ട് മാറി അതിന്റെ ചിത്തയിൽ ഉള്ളത് കൊണ്ട് വീണ്ടും അതിന്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ വീണ്ടും ടെൻഷൻ അടിക്കാൻ പോകണോ? അല്ല അല്ല അല്ല, ഞാൻ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പോവില്ല. ഐ ആം ഗോയിങ് ടു റിലാക്സ്. കാരണം കുറച്ച് സമയം കൊടുക്കും, അത് തന്നെ പൊക്കോളും. തന്നെ ജീവിതത്തിൽ നിന്ന് അത് പൊക്കോളും. നമ്മൾ ആ ഒരു ഗുരുജി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഗുരുജി പറഞ്ഞ എന്താണെന്നറിയോ? ഈ രാത്രിയിൽ ചില ആൾക്കാര് നടക്കാറുണ്ടല്ലേ, എന്താ അതിന്റെ പേര് പറയാ? രാത്രിയിൽ നടക്കുന്ന ആൾക്കാർ എന്താ പറയാ? എന്തെന്നാ ഒരു പേരുണ്ട് അതിനിപ്പോ, ഞാനത് മറന്നുപോയി. പണ്ട് ജയറാമിന്റെ സിനിമ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉറക്കത്തിൽ നടന്നുകൊണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു. എന്താണ്? ഉറക്കത്തിൽ നടക്കുന്ന ഒരു അസുഖം അല്ല അത്. സോംനാംബുലിസം, അത് തന്നെ. ഗുരുജി പറയണേ, ഈ ഒരു അവസ്ഥയിലൂടെയാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊരു ബോധമില്ല. ഉറക്കത്തിൽ അങ്ങനെ നടക്കുന്ന ആൾക്കാര്, അവർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അവർ ഏത് ലോകത്തിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അവര് ആ സ്വപ്നത്തിൽ എന്തോ കണ്ട് അവരിത് റിയൽ ആണെന്ന് കരുതിക്കൊണ്ട് നടക്കുകയാണ്. സ്വപ്ന ലോകത്ത് ബാലഭാസ്കരൻ. യെസ്. അപ്പൊ ഗുരുജി പറയണേ, ഈ ലോകത്തിലെ പലരും അങ്ങനെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാര് ആണ്. അപ്പൊ വിവേകം എന്തിനായിരിക്കണം?
അങ്ങനെ ഒരു ചിന്ത വരുമ്പോ ബോധപൂർവം അതിനെ തരണം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സാഹചര്യങ്ങളോടും റിയാക്ട് ചെയ്യാനുള്ള ഒരു കെമിക്കൽ ഫാക്ടറി അല്ല നിങ്ങളുടെ ജീവിതം. ജീവിതത്തില് ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ, ഉറപ്പായിട്ടും വരും. കാരണം അതാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. കർമ്മബന്ധങ്ങള്. അപ്പൊ ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഈ കാര്യം വന്നത്. അത് മാത്രം ഓർത്താൽ മതി. അത് മാത്രം ഓർത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാ? ജസ്റ്റ് റിലാക്സ്. യെസ്, ഈ ഒരു സംഭവം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ആം ഗോയിങ് ടു റിലാക്സ് റൈറ്റ് നൗ വിത്ത് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു അവസ്ഥയെ പറ്റി അല്ലടെ പറയുന്നത്. യെസ്, ഞാനത് ചെയ്തിരിക്കും. പക്ഷേ ഐ നോ ഇത് എനിക്ക് വരേണ്ടതാണെന്ന് എനിക്ക് അറിയാം. ആ ബോധം ഉള്ളിലുണ്ട്. അതിനുശേഷം എന്താണോ വേണ്ടത് നിങ്ങൾ ചെയ്യുന്നു. അതായത് ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിൽ ഇംപ്രഷൻ സൃഷ്ടിക്കുന്നില്ല. ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റിയലൈസ് ദിസ് ഈസ് മൈ കർമ്മ. ഇയാളിലൂടെ എന്നില് ഇത് വരേണ്ടതാണ് എന്നുള്ള ബോധം ആദ്യം ഉറക്കണം ഉള്ളില്. അപ്പൊ വ്യക്തിയോടുള്ള നിങ്ങളുടെ വിരോധം അവിടെ തീരും, അവിടെ കട്ടാവും. കാരണം ഇയാളല്ലെങ്കിൽ മറ്റൊരാള് അത് വന്നിരിക്കും ജീവിതത്തില്. അപ്പൊ അത് ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോ തന്നെ മനസ്സ് സെറ്റിൽഡ് ആവും. ആ വ്യക്തിയോടുള്ള വൈരാഗ്യം തീരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. പക്ഷെ ഫസ്റ്റ്ലി എന്ത് ചെയ്യുക? ഇത് എനിക്ക് വരേണ്ടത് തന്നെയാണ്. അത് വാട്ട് എവർ ദ റീസൺ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആ ഒരു കാരണം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ജന്മത്തിൽ തന്നെ ഉള്ളതായിരിക്കാം. ചിലത് ചിത്തയിൽ തന്നെ കിടക്കുന്നതായിരിക്കാം. യെസ്, അവെയർ ആയിരിക്കണം. ഓൾവേസ് ബി അവെയർ. എന്ത് സാഹചര്യം വന്നാലും, ഏത് വ്യക്തികളിലൂടെയും ഒരു മോശപ്പെട്ട എന്ത് വന്നാലും, ഇത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, ഈ നെഗറ്റിവിറ്റിയെ പറ്റി മാത്രമല്ല പറയുന്നത്. എവരി കാര്യങ്ങള്, സാഹചര്യങ്ങള്, വ്യക്തികള്, there is a reason behind it. ആ ഒരു സംഭവം ജീവിതത്തിൽ സംഭവിക്കാൻ ഒരു റീസൺ ഉണ്ട്. ദാറ്റ് മീൻസ് യു ആർ നെവർ എ വിക്ടിം. നിങ്ങൾ ഒരിക്കലും വിക്ടിം ആയിരുന്നിട്ടില്ല. യു അട്രാക്റ്റഡ് ഇറ്റ്. അതാണ് വാക്ക്. നിങ്ങൾ തന്നെ അത് അട്രാക്ട് ചെയ്തെടുത്ത കാര്യങ്ങൾ മാത്രമാണ്. യു ആർ നെവർ എ വിക്ടിം. പക്ഷെ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? ഞാൻ അതിന്റെ വിക്ടിമാണ്. ആ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ. ഇതാണ് വൈരാഗ്യ അവസ്ഥ. വാട്ട് എവർ എന്തെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഐ ആം ഡിറ്റാച്ച്ഡ്. ഇപ്പൊ നിങ്ങൾ ഒരാൾ പുകഴ്ത്തി പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ ആ കാര്യം ചെയ്തുകൊണ്ടല്ല ഇയാൾ എന്നെ പുകഴ്ത്തിയത്. സോ ഇംപ്രഷൻ ആയി ഉള്ളില്, ജീവിതത്തില് നിങ്ങളുടെ ചിത്തയിൽ അത് ഇംപ്രഷൻ ആയി കയറിയത്. അപ്പൊ നിങ്ങളെ തൊട്ടടുത്ത് ചെന്ന ഒരാൾ നിങ്ങൾ ഈഴ്ത്തി പറഞ്ഞപ്പോ നിങ്ങളുടെ ഈഗോ വീണ്ടും ഹാർട്ടായി. എന്ത്? ചിത്ത സ്റ്റിമുലേറ്റഡ് ആയി. ഇന്റലക്ട് പറഞ്ഞു അത് ശരിയല്ല. നിങ്ങൾ ഇത്രയും ആരാധിക്കുന്ന നിങ്ങളെ മറ്റേ അയാൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. ഇന്റലക്ട് അവിടെ ഒരു നമ്മുടെ ഗുരുവിനെ പോലെ കാട്ടാന വന്നു പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞ എണീറ്റോടിയ ഗുരുവിനെ പോലെ ആയിപ്പോവും. അപ്പൊ ഈഗോനെ എന്ത് ചെയ്യും? ഈഗോ നിങ്ങളെന്ന ഭാവം, നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. യെസ്, അപ്പൊ റിയാക്ഷൻ അവിടെ ഉണ്ടാവരുത്. ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കണം. ഇതിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കാൻ സാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡു യുവർ കർമ്മ. എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോളൂ. വിത്തൗട്ട് അറ്റാച്ചിങ് ടു ദ സിറ്റുവേഷൻ ഓർ പീപ്പിൾ. അങ്ങനെ സംഭവിക്കുമ്പോ അതാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് യു ആർ നെവർ എ വിക്ടിം. ഒരിക്കലും നിങ്ങൾ വിക്ടിം അല്ല. യെസ്, ഇപ്പൊ തോട്ട്സ് അറൈസ് ചെയ്യുന്നപ്പോഴാണ് മനസ്സ് സ്റ്റിമുലേറ്റഡ് ആക്കുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? ചിത്ത സ്റ്റിമുലേറ്റഡ് ആക്കപ്പെടും. യെസ്, അതിന്റെ ഫലമായിട്ട് അനേകം ചിന്തകൾ വന്ന് നിങ്ങളുടെ ബുദ്ധി അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ നേരിട്ട് ആ വികാരങ്ങളെല്ലാം നിങ്ങളുടെ ഈഗോയിലേക്ക് അങ്ങ് വിടും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ് എന്റെ ജീവിതം മുഴുവനും ടെൻഷനാണ്, എന്റെ ജീവിതത്തിൽ മുഴുവനും പറ്റീരാണ്, ഞാൻ എപ്പോഴും ഒരു വിക്ടിമാണ്. നിങ്ങളുടെ ഈഗോയിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും നിങ്ങളുടെ ഇന്റലക്ട് ബുദ്ധി. കാട്ടാന വന്നാലും പായസം വന്നാലും ശത്രു രാജ്യം ആക്രമിക്കാൻ വന്നാലും ഇന്റലക്ട് അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, എല്ലാം അങ്ങ് സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈഗോ അത് അനുഭവിച്ച് ഈ ഒരു കാർഡിക് സൈക്കിളിൽ ഇങ്ങനെ കിടന്ന് നമ്മൾ ഓരോരുത്തരും കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്.
സോ വാട്ട് ഷുഡ് ഐ ഡു? എന്ത് ചെയ്യാൻ സാധിക്കും ഗുരു? വാട്ട് ഷുഡ് ഐ ഡു? ശിഷ്യൻ ചോദിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് ഗുരു പറയണേ, ധ്യാനം ചെയ്യൂ. ഡു മെഡിറ്റേഷൻ. ഡു മെഡിറ്റേഷൻ. യെസ്, ധ്യാനത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, നമ്മൾ ആ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് പ്രവഹിക്കുന്ന കോൺഷ്യസ്നെസ്. യെസ്, മൈൻഡ് എന്താണ്? കോൺഷ്യസ്നെസിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. യെസ്, മൈൻഡിന്റെ പ്രത്യേകത എന്താണ്? അത് പുറത്തേക്കാണ് അല്ലെ? കണ്ണുകളിലൂടെ, ചെവികളിലൂടെ, സ്പർശനങ്ങളിലൂടെ, രുചിയിലൂടെ, യെസ്, എവറിത്തിങ് അത് പുറത്തേക്കാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വെൻ യു ആർ ഇൻ മെഡിറ്റേഷൻ, ഇതിനെ എല്ലാം നിങ്ങൾ അടക്കുകയാണ്. അപ്പൊ മനസ്സ് ശാന്തമാവുകയാണ്. ആ സ്റ്റിമുലേഷൻ പാർട്ട് ഇല്ലാതാക്കുകയാണ്. അപ്പൊ മനസ്സ് സ്റ്റിമുലേറ്റഡ് ആക്കാണ്ടിരിക്കും, എന്ത് സംഭവിക്കും? ചിത്ത സ്റ്റിമുലേറ്റഡ് ആവില്ല. അപ്പൊ ചിന്തകൾ കുറയും, ചിന്തകൾ കുറയും. അങ്ങനെ ചിന്തകളും സെറ്റിൽഡ് ആവും. യെസ്, അങ്ങനെ മനസ്സും ചിത്തയും സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ ഇന്റലക്റ്റിന് പ്രത്യേകിച്ച് ഡിസ്ക്രിമിനേഷൻ ഒന്നിന്റെ ആവശ്യമില്ല. ഇന്റലക്റ്റും വിശ്രമത്തിലായിരിക്കും, അതും ശാന്തമായി. യെസ്, ഇപ്പൊ മൈൻഡ് ശാന്തമായി, ചിത്ത ശാന്തമായി, ഇന്റലക്ട് ശാന്തമായി. ഇന്റലക്ട് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഏറ്റവും താഴെയുള്ള ആരാണ്? ഈഗോ എന്നുള്ള തത്വം. ഈഗോ എന്നുള്ള തത്വം, ആ ഈഗോയും ഇറ്റ് വിൽ റിലാക്സ്ഡ്. അപ്പൊ ഞാൻ എന്ന ബോധം പോലും ഇല്ലാതാവും. എത്ര പേർക്ക് അഡ്വാൻസ് മെഡിറ്റേഷൻ പ്രോഗ്രാം ഇരിക്കുമ്പോ ശരീരവും ഇല്ല, എവിടെയാണ് ഇരിക്കണം എന്നുള്ള ബോധവും ഇല്ല, കംപ്ലീറ്റ് ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്ത് എത്ര പേർക്ക് ആ ഒരു അനുഭവത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്? എസ്ഒർണോ അല്ലെങ്കിൽ ഇത് അഡ്വാൻസ് മെഡിറ്റേഷൻ പ്രോഗ്രാം ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിത് ഡെയിലി സാധന ചെയ്യുമ്പോഴും ആ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവരൊക്കെ ഉണ്ട് അല്ലെ? എന്തുകൊണ്ട്? യുവർ മൈൻഡ് ശാന്തമായി, ചിത്ത ശാന്തമായി, ഇന്റലക്ട് ശാന്തമായി, ഈഗോയും സെറ്റിൽഡ് ആയി. യെസ്, യെസ്, എവറിത്തിങ് സെറ്റിൽഡ് ആയി കഴിയുമ്പോ ഒരു കുളം പോലെയാന്നാ പറയണേ. ഒരു കുളം പോലെ. കുളത്തിലെ ഓളങ്ങളാണ് ഈ പറയണ ഈ ചിത്തയും ഓർമ്മയും ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ആ ഓളങ്ങൾ തന്നെയാണ്. അപ്പൊ ഓളങ്ങളെ സെറ്റിൽഡ് ആക്കി കഴിയുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അവബോധത്തെ അറിയുവാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഈഗോ, ഞാനെന്ന ഭാവം ആ ഒരു ജീവാത്മാവുമായിട്ട് ചേരും, കോൺഷ്യസ്ലി ചേരും, ബോധപൂർവം ചേരും. ആ ഒരു അവസ്ഥയാണ്, ആ ഒരു തലത്തിലെ ഈഗോയാണ് ഇത്. ഐ ആം ദ ബ്രഹ്മൻ, അല്ലെങ്കിൽ ആ ജീവാത്മാവിന്റെ തത്വം തന്നെയാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിലേക്ക് എത്തുമ്പോൾ മോക്ഷം, എൻലൈറ്റൻഡ് സ്റ്റേറ്റ് ആയി. ബട്ട് എന്റെ എല്ലാം ഉണ്ട് ട്ടോ ഇവിടെ. മനസ്സുണ്ട്, ചിത്തയുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ബ്രഹ്മനുമായി ചേർന്നിരിക്കുന്നു. കാരണം ഇത് സ്റ്റിമുലേറ്റഡ് ആവുന്നില്ല, സ്റ്റിമുലേഷൻ നടക്കുന്നില്ല. കാരണം ഐ നോ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ആം. ഇതൊന്നും ഞാനല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം അവിടെ സെറ്റിൽഡ് ആയി. ഒരു കണക്ഷൻ മനസ്സിലായോ? കണക്ഷൻ. അപ്പൊ ധ്യാനം ചെയ്യാനാണ് ഐ വാണ്ട് നത്തിങ്, ഐ ഡു നത്തിങ്, ഐ ആം നത്തിങ്. വെൻ? എപ്പോഴാണ്? യെസ്, ആ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. ഗുരുജി എപ്പോഴും പറയുന്ന പോയിന്റ് അത്. എന്ത്? ഡ്യൂറിങ് മെഡിറ്റേഷൻ ഈ ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വരൂ. ഐ വാണ്ട് നത്തിങ്, ഐ ഡു നത്തിങ്, ഐ ആം നത്തിങ്. ഐ ഡു നത്തിങ് മനസ്സിനെ ശാന്തമാക്കി. ഐ വാണ്ട് നത്തിങ്, ഓർമ്മയില്ല, ഇനി ഒന്നുമില്ല. കാരണം ഓർമ്മയാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. അന്ന് നിങ്ങൾ ലഡു രുചിച്ചു, അപ്പൊ എനിക്ക് ഇപ്പോഴും ലഡു വേണം എന്നുള്ള ബോധം എപ്പോഴാണ് കയറുന്നത്? ഓർമ്മയുള്ളത് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഐ വാണ്ട് നത്തിങ്, ഓർമ്മയില്ല അവിടെ. ഓർമ്മ ചിത്തയെ നിങ്ങൾ സെറ്റിൽഡ് ആക്കി. ആൻഡ് ഐ ആം നത്തിങ്, ഇന്റലക്റ്റും അവിടെ ശാന്തമായി. then what remains? only your ego. എന്ത് ഈഗോ? ആ ജീവാത്മാവുമായിട്ട് ചേർന്നിരിക്കുന്ന ഈഗോ. യെസ്, അപ്പൊ ആ ഒരു ബോധം കോൺഷ്യസ്ലി ഉണ്ടാക്കാനാണ് ഗുരുജി പറയുന്നത്. കോൺഷ്യസ്ലി ആ ഒരു ബോധത്തിലേക്ക് നിങ്ങൾ എത്തൂ. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ കാർമിക് സൈക്കിളിൽ നിന്ന് മോചനം നേടുകയാണ്.
അതാണ് ധ്യാനാവസ്ഥയിലാണ് ഈ നോളജുകളെല്ലാം ഡൗൺലോഡഡ് ഫ്രം ദ യൂണിവേഴ്സ് എന്നാ പറയുന്നത്. ആ ഒരു ബ്രഹ്മതത്വത്തിൽ നിന്നും എന്നിലേക്ക് ഇറങ്ങി വന്നതാണ് ഈ നോളജ് എല്ലാം. യെസ്. അപ്പൊ ആ ഇറങ്ങി വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ ഈഗോ. ഈഗോനെ ആരാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ബുദ്ധി. എങ്ങനെ മനസ്സും ആ ചിത്തയും തമ്മിലുള്ള സ്റ്റിമുലേഷനിൽ നിന്ന് ഉണ്ടാകുന്ന തോട്ട്സിനെല്ലാം ബുദ്ധി ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഈഗോയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാലത്ത് നിങ്ങളുടെ ഈഗോ അങ്ങോട്ടേക്ക് മെർജഡ് ആവില്ല. അപ്പൊ ഇതിനെല്ലാം സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഗെറ്റ് എന്താ പറയാ ദ ആക്സസ് ടു ദ ബ്രഹ്മൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നോളജ് നിങ്ങളിലേക്ക് തന്നെ ഡൗൺലോഡ് ആകും. അതൊരവസ്ഥയാണ്. അതിന് നമ്മൾ എൻലൈറ്റൻഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. അല്ലാതെ നിങ്ങൾ 41 ദിവസം സാധന ചെയ്താൽ എൻലൈറ്റൻഡ് ആവുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ ഉപനിഷത്തിൽ പറയണതെന്നറിയോ? നിങ്ങൾ അതാണെന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം എൻലൈറ്റൻഡ് ആയി എന്നുള്ളതാണ്. പക്ഷെ അത് എത്തണ്ടേ? കാരണം ഓരോ നിമിഷവും ഈ ചിത്ത ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയി, ഓർമ്മ ആക്ടിവേറ്റഡ് ആയി, മനസ്സിങ്ങനെ പരതിക്കൊണ്ടിരിക്കില്ല ലോകം മുഴുവനും. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ബുദ്ധിക്ക് ഒരു സമയം പോലും ഒരു വിശ്രമിക്കാൻ അവസരം കൊടുക്കുന്നില്ലോ. ചിന്തകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കല്ലേ. എന്നിട്ട് പറയാണ് ഞാൻ ഡിപ്രഷനിലാണെന്ന്. അപ്പൊ സോമ്യാംബുലിസത്തിൽ നടക്കുന്നത് പോലെ മനസ്സിലും ഓർമ്മയിലും ഇതിലൊക്കെ ഇങ്ങനെ പെട്ട് നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയാളുടെ വിചാരം എന്താണ്? ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിതെല്ലാം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കണ്ണു തുറന്ന് നോക്കൂ. അതാണ് ഗുരുജി എപ്പോഴും പറയാറുണ്ട് അല്ലെ, ജസ്റ്റ് വേക്കപ്പ് മൈ ഡിയർ. കണ്ണ് തുറന്ന് നോക്കൂ. ഇത്രയും കാലം നിങ്ങൾ ബാലഭാസ്കരനായിരുന്നു. ജസ്റ്റ് വേക്കപ്പ് ഫ്രം യുവർ ഡ്രീം, ജസ്റ്റ് വേക്കപ്പ് ഫ്രം യുവർ സ്ലീപ്പ്. ഉറക്കത്തിൽ നിന്ന് എണീക്കൂ, സ്വപ്നത്തിൽ നിന്ന് എണീക്കൂ. ഈ മനസ്സ് എന്നുള്ളത് ഇസ് ജസ്റ്റ് എ ടൂൾ. ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ചിത്തയും സെറ്റിൽഡ് ആവും, ബുദ്ധിയും സെറ്റിൽഡ് ആവും, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. then what happens? Ego will merge with the the one with the Brahman. അപ്പൊ അതിനാണ് ധ്യാനം ചെയ്യാൻ പറയുന്നത്. ധ്യാനം, മെഡിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ആർ ഇൻ ദി സ്പിരിച്വൽ പാത്ത്. ഈ ആത്മീയ പാതയിൽ പോകുമ്പോൾ ധ്യാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരും ഒരു ബുക്കും പേനയും കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ? ബുക്കും പേന ഉണ്ടോ കയ്യില്? യെസ് ഓർ നോ? യെസ്. ഹൗ ക്യാൻ യു ഡു പ്രോപ്പർ മെഡിറ്റേഷൻ? പറയാം. നമ്മൾ എന്തായാലും മെഡിറ്റേഷൻസ് ഒക്കെ ഈ ഒരു ഉപനിഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഓക്കെ, ബുക്കും പേനയുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ. ഒരു പേപ്പറിന്റെ മുകളിൽ നിങ്ങളുടെ പേരെഴുതൂ. പേരെഴുതിക്കോളൂ. നിങ്ങളുടെ എന്താണോ പേര് അത് എഴുതിക്കോളൂ. എന്നിട്ട് ഞാനിപ്പോ ഒരു വാക്ക് പറയാം. ഈ വാക്ക് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നത് എഴുതി വെക്കുക. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒരു വാക്ക് ഞാൻ പറയും. ആ വാക്ക് എഴുതേണ്ട ആവശ്യമില്ല. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്തൊക്കെയാണോ ചിന്തകൾ, തോട്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം എഴുതി വെക്കുക. ഓക്കെ, ഒന്നാമത്തെ വാക്ക് സുഹൃത്ത്, ഫ്രണ്ട്. സുഹൃത്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാം എഴുതി വെക്കൂ. സുഹൃത്ത്. രണ്ടാമത്തെ വാക്ക് പക. മൂന്നാമത്തെ വാക്ക് കുടുംബം, ഫാമിലി. ഏതൊക്കെയാണ്? ഫ്രണ്ട്, പക, കുടുംബം, ഫാമിലി. അത്രയും മതി.
അപ്പൊ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം ഈ 3 കാര്യങ്ങള് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നുന്ന ചിന്തകളെല്ലാം എഴുതി വെക്കൂ. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ കേട്ടപ്പോ ഏതൊക്കെ ചിന്തകളാണ് ഉള്ളിൽ വന്നിട്ടുള്ളത് എല്ലാം എഴുതി വെച്ചോളൂ. അതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അത് ഏതെങ്കിലും വ്യക്തികളുമായി കണക്റ്റഡ് ആണോ? ആ വ്യക്തികളുടെ പേര് എഴുതി വെക്കൂ. അപ്പോ സാഹചര്യങ്ങളും പേരുകളും വ്യക്തികളുടെ പേരും എഴുതി വെക്കൂ. കഴിഞ്ഞെങ്കിൽ യെസ് എന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. യെസ് എന്ന് മെസ്സേജ് അയക്കാം. യെസ്. ഓക്കെ. ഓക്കെ, ഇപ്പൊ നിങ്ങള് ആ 3 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചില വ്യക്തികളുടെ പേരുകളും എഴുതിയിട്ടുണ്ട്. ഓക്കെ. ശരിക്കും ഈ വ്യക്തികൾ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തികൾ എന്ന് പറയുമ്പോൾ വ്യക്തികൾ എന്താണ്? ആ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ പോലെ തന്നെ ഉള്ള ആള് തന്നെയല്ലേ? അയാൾക്കും മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അയാൾക്ക് ഓർമ്മയുണ്ട്, അയാൾക്ക് ഈഗോ ഉണ്ട്. യെസ് ഓർ നോ? ആ 4 അന്ധകരണങ്ങളോട് കൂടി ചേർന്ന വ്യക്തി തന്നെയാണ്. ഓക്കെ. നോ പേഴ്സൺസ് റിട്ടേൺ. ഓക്കെ. നോ പേഴ്സൺസ് റിട്ടേൺ അല്ലെങ്കിൽ സാഹചര്യം എന്തായാലും ആ സാഹചര്യം ഏതെങ്കിലും വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഉറപ്പായിട്ടും. യെസ്, കാരണം ആ വ്യക്തികളിലൂടെയാണല്ലോ നമുക്ക് അനുഭവങ്ങളെല്ലാം കിട്ടുന്നത്, വ്യക്തികളിലൂടെ. സോ അതെഴുതിക്കോളൂ, ആ വ്യക്തികളെ തന്നെ എഴുതിക്കോളൂ. യെസ്. ഓക്കെ. അത് അവിടെ നിൽക്കട്ടെ നിതീഷ്, അതവിടെ നിൽക്കട്ടെ. അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് വേണ്ടിയുള്ള പാഠങ്ങളല്ലേ. ഓക്കെ. അപ്പൊ അയാളും ആ 4 ഈ 4 ചേർന്ന കോൺഷ്യസ്നെസ് തന്നെയാണല്ലേ? കോൺഷ്യസ്നെസ് അവബോധം തന്നെയാണ്. യെസ്, അവബോധം തന്നെയാണ്. നോക്കൂ, ഗുരുജി പറയണേ, ഒരു ചോക്ലേറ്റ്, ആ ചോക്ലേറ്റ് പൊതിഞ്ഞിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ആ റാപ്പിംഗ് പേപ്പർ ഉണ്ടല്ലോ, ഇതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളും. ഓക്കെ. ഓരോ സാഹചര്യങ്ങളും ചോക്ലേറ്റ് സെയിം ആണ്, പക്ഷെ അതിന്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന റാപ്പിംഗ് പേപ്പേഴ്സ് അത് ഡിഫറെന്റ് ആണ്. യെസ്, പേപ്പറുകൾ ഡിഫറെന്റ് ആണ്. ചുവന്ന പേപ്പർ ഉണ്ടാവാം, മഞ്ഞ പേപ്പർ ഉണ്ടാവാം, ചിലത് പ്ലാസ്റ്റിക് ആയിരിക്കാം. അങ്ങനെ ചിലത് പേപ്പർ ആയിരിക്കാം, പേപ്പർ മാത്രം, റാപ്പിംഗ് പേപ്പേഴ്സ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകള് ഫാമിലി എന്ന് പറഞ്ഞു, ഫ്രണ്ട് എന്ന് പറഞ്ഞു, പക എന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന, നിങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. എന്നുവെച്ചാൽ ആ മനസ്സിലൂടെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? നിങ്ങൾ ഇതാണ് ഈ 3 കാര്യങ്ങള്. ആ മനസ്സിനെ സ്റ്റിമുലേറ്റഡ് ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ആ 3 വാക്കുകൾ. ആ മനസ്സ് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ എഴുതി വെച്ച കാര്യങ്ങളും ആ വ്യക്തികളുടെ പേരുകളാണ് നിങ്ങളുടെ ചിത്ത. ഓക്കെ, അതാണ് നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങള്, ചിത്ത. ആൻഡ് ദെൻ നിങ്ങളുടെ ബുദ്ധി, ആ ബുദ്ധി അതിനെ വേർതിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഒരു മിഠായിയെ പൊതിഞ്ഞിട്ടുള്ള റാപ്പിംഗ് പേപ്പേഴ്സ് മാത്രമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് തന്നെയാണ് എല്ലാവരിലും ഉള്ളത്. സോ ഐ ഷുഡ് നോട്ട് എന്ത് ചെയ്യുക? ആ ഒരു റാപ്പിംഗ് പേപ്പറിൽ പെട്ടിക്കിടക്കാതെ ഇരിക്കുക. ഐ ഷുഡ് നെഗ്ലക്ട് ദാറ്റ് റാപ്പിംഗ് പേപ്പർ.
എന്ത് ചെയ്യണം ഞാൻ? ആ ചോക്ലേറ്റ് മാത്രം അറിയുക. ആ ചോക്ലേറ്റ് ആണ് ആ ഒരു മിഠായിയുടെ ഉദ്ദേശം എന്താണ്? ആ ചോക്ലേറ്റ് ആണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ പല നിറത്തിലുള്ള കളറുകളിലും പേപ്പറുകളുമായിട്ട് ആ ചോക്ലേറ്റ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ചോക്ലേറ്റിനെ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അറിയുക ചോക്ലേറ്റ് ആണ് സത്യത്തിൽ ഇത് എന്നുള്ളത് തിരിച്ചറിയുക. യെസ്, ഞാൻ ഇതിൽ കൂടി പറയാം. നിങ്ങൾ എഴുതി വെച്ച 3 കാര്യങ്ങൾ, ഫാമിലി, പക ആൻഡ് ഫ്രണ്ട്, അത് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ കേട്ടപ്പോ ആ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ചിട്ട് ചിത്തയെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചു അല്ലെ? മനസ്സിനെ സോറി ചിത്ത മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ എഴുതി, വ്യക്തികളുടെ പേരും എഴുതി. ഇതെല്ലാം റാപ്പിംഗ് പേപ്പേഴ്സ് മാത്രമാണ് കുറിച്ച് പറയണത്. ഈ കാര്യങ്ങളെല്ലാം അതിന്റെയൊക്കെ ഉള്ളിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ഇന്റലക്ട് എന്ത് ചെയ്യണം? ആ ചോക്ലേറ്റിനെ മാത്രം എടുക്കണം. ആ ചോക്ലേറ്റ്, അതിന്റെ പർപ്പസ് അതാണ്. ചോക്ലേറ്റ് മാത്രമാണ് ആ പർപ്പസ്. ആ ഓരോ വ്യക്തിയുടെ ഉള്ളിലെയും ചോക്ലേറ്റിനെ മാത്രം അറിയുവാൻ ശ്രമിക്കുക. ആ റാപ്പിംഗ് പേപ്പറിൽ പെട്ടുപോകരുത്. കാരണം റാപ്പിംഗ് പേപ്പറിന് നിങ്ങൾ അതാണ് ചോക്ലേറ്റ് എന്ന് കരുതിക്കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടി തന്നെയായിരിക്കും കേടാകാൻ പോകുന്നത്. പ്ലാസ്റ്റിക് തിന്ന് നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകും. പക്ഷെ ചോക്ലേറ്റ് ആണ് യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത്. ഇതാണ് ഇന്റലക്റ്റിന്റെ ഭാവം. എന്ത്? എല്ലാം ചോക്ലേറ്റ് തന്നെയാണ് എന്നുള്ള ആ ബോധം, അത് ഇന്റലക്റ്റ്. ഓക്കെ, അത് കഴിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ. യെസ്, ഏത് ചോക്ലേറ്റ് കഴിച്ചാലും ആ കിട്ടുന്നൊരു മധുരം, ആ മധുരമായിരിക്കണം നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഈഗോ. അപ്പൊ എല്ലാ മിഠായിയുടെയും ഉള്ളിലെയും ആ മധുരത്തെ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് മോക്ഷം. യു ഗോട്ട് ലിബറേറ്റഡ്. പക്ഷെ നമ്മളെല്ലാരും ചെയ്യുന്നത് ആ റാപ്പിംഗ് പേപ്പേഴ്സിനെ കഴിച്ചിട്ട് വയറ് കേടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആ സാഹചര്യങ്ങളെയും വ്യക്തികളുടെയും അവരെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതാണല്ലോ അവരെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു മിഠായി പെട്ടെന്ന് കൈ കിട്ടുമ്പോൾ അതിന്റെ പുറത്ത് ഡയറി മിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഐഡന്റിറ്റി. ഓക്കെ, പക്ഷെ അതിന്റെ അകത്തുള്ള ചോക്ലേറ്റിനെ അറിയാതെ നിങ്ങൾ കരുതുകയാണ് ഈ വ്യക്തി എന്നുള്ളത് ആ പേപ്പർ ആണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പേപ്പർ തിന്നു, പ്ലാസ്റ്റിക് തിന്നു. എന്ത് സംഭവിച്ചു? വയറും തടിയും കേടായി. ഗ്ലിറ്ററിങ് റാപ്പ്, അത് തന്നെ. ചിലത് നല്ല തിളക്കമാർന്ന പേപ്പറിൽ വരും. ചിലത് കണ്ടാലും കൊള്ളത്തില്ല, പക്ഷെ എന്നാലും നിങ്ങൾ കഴിക്കും. ആ പേപ്പർ ഇങ്ങനെ കഴിച്ച് ഈ പേപ്പർ കഴിച്ചാണ് നിങ്ങൾ ഈ ജന്മം മൊത്തം എടുത്തെന്ന് ഋഷിമാര് പറയണേ. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ആ ചോക്ലേറ്റിനെ കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജന്മം എടുക്കേണ്ടി വരില്ലായിരുന്നു. ഇത് നമ്മൾ ഇത്രയും കാലം അതിനെ പൊതിഞ്ഞു വെച്ചിരുന്ന പേപ്പറിനെ കഴിച്ച് ശരീരവും മനസ്സും ഒക്കെ കേടാക്കി ഇതാ ഈ ജന്മത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ജന്മത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ പേപ്പറുകളെ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. എന്നാണോ നിങ്ങളെ ഉള്ളിലത്തെ ചോക്ലേറ്റിനെ നുണയാൻ തുടങ്ങുന്നത്, എല്ലാ ചോക്ലേറ്റുകളും സെയിമാണെന്ന് മനസ്സിലാക്കുന്നത്, അവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും സ്വീറ്റ് ആവും. മീൻസ് മോക്ഷം സംഭവിച്ചു അവിടെ. ഓക്കെ, അപ്പോ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണമെങ്കിൽ വിവേകം, അതാണ് ഏറ്റവും വേണ്ടത്. വിവേകം. യെസ്, ബുദ്ധിയുടെ തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്ത്? ഇതൊന്നും റാപ്പിംഗ് പേപ്പർ അല്ല ഞാൻ കഴിക്കേണ്ടത്, ഉള്ളിലത്തെ ചോക്ലേറ്റ് ആണ് കഴിക്കേണ്ടതെന്നുള്ളത് ബുദ്ധിയുടെ തലത്തിലാണ്. അപ്പൊ മനസ്സിലാക്കിക്കോളൂ, എവറിത്തിങ് ഹാപ്പിനെസ് പ്രോഗ്രാം എന്നുള്ളത് ഈ 4 ഉപകരണങ്ങളെയും മെരുക്കാനുള്ള ഒരു ഏറ്റവും സൂപ്പർ പ്രോഗ്രാമാണ്. എവറി നോളജ് പോയിന്റ് യു ക്യാൻ അപ്ലൈ ടു സെറ്റിൽ ഡൗൺ ദീസ് 4 മോഡ്സ്. ഈ ഒരു 4 എണ്ണത്തിനെ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള എല്ലാം നിങ്ങൾക്ക് ആ നോളജിൽ പകർന്ന് നൽകിയിട്ടുണ്ട് ഗുരുദേവ്. യെസ്, അപ്പൊ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോ ഗുരുജി പറഞ്ഞതെന്നറിയോ? എത്രമാത്രം ശക്തമാണോ നിങ്ങളുടെ ഈ 4 എണ്ണം അത്രമാത്രം കൺട്രോൾഡ് ആവും ഈ 4 എണ്ണം നിങ്ങളുടെ കയ്യില്. ഇത് കൺട്രോളിൽ വന്നില്ലെങ്കിൽ, ഇതെല്ലാം ദുർബലമാണെങ്കിൽ എന്ത് സംഭവിക്കും? ദുർബലമാണെങ്കിൽ ഈ ഇമോഷൻസും ഈ ഓർമ്മകളും എല്ലാം നിങ്ങളോട് ഇങ്ങനെ കടന്നുപോയി ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇത് ശക്തമാകുമ്പോ
അത് പറയാം, അതെന്തായാലും പറയാം. ഇത് ശക്തമാവുമ്പോ യു ക്യാൻ ഡിസ്ക്രിമിനേറ്റ്. ഓരോ ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതെനിക്ക് വേണ്ടാത്ത ചിന്തയാണ്. കാട്ടാന ചിന്തയാണെങ്കിൽ എന്ത് കാട്ടാനെന്ന് ചോദിക്കാൻ പറ്റണം. ആർക്ക് ഇന്റലക്ട് ചോദിക്കാൻ സാധിക്കണം. ഇന്റലക്ട് അത്രയും ശക്തമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. യെസ്. അപ്പൊ അത്രയും ശക്തമാകുമ്പോ യു ക്യാൻ ഡിസ്ക്രിമിനേറ്റ്. അതെ അതെ, അത് തന്നെ. അപ്പൊ ആ ഒരു ചോക്ലേറ്റിനെ അറിയുവാൻ സാധിക്കണമെങ്കിൽ ഈ 4 എണ്ണം ശക്തമാവണം. യെസ്. അപ്പൊ ഈ ചിന്തകൾ എന്നൊക്കെ പറയണതും ഓർമ്മകൾ എന്നൊക്കെ പറയണതും ഈ മനസ്സും ചിത്തയുടെയും ഒരു സ്റ്റിമുലേഷന്റെ ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കിയാല് ഈ ചിന്തകൾക്ക് പുറകെ, വികാരങ്ങൾക്ക് പുറകെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓട്ടത്തെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും, സെറ്റിൽ ഡൗൺ ചെയ്യിക്കാൻ സാധിക്കും. അതിന് നിങ്ങളെ ധ്യാനം സഹായിക്കും. ആൻഡ് ദെൻ വിവേകം, നോളജ്, നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിവേകത്തെ, ബുദ്ധിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടി. യെസ്. അപ്പൊ ഇത് ഈ ഒരു എക്സാമ്പിളും ഈ കാര്യം മനസ്സിൽ വെക്കാം. ഇനി അപ്പൊ നമ്മൾ 4 എണ്ണത്തെ പറ്റി പഠിച്ചു, 4 എണ്ണത്തെ പറ്റി അറിഞ്ഞു. ഇനി ഇത് എങ്ങനെ ഈ 4 എണ്ണത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ എനിക്ക് ആ അവസ്ഥയിലേക്ക്, എനിക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യാനും, എങ്ങനെ എനിക്ക് ജീവിതത്തിലൂടെ മുന്നേറുവാനും, എങ്ങനെ ഈ ഒരു ഉപനിഷത്ത് ജ്ഞാനത്തെ എന്റെ ലൈഫിന്റെ പാർട്ടാക്കാനും സാധിക്കുമെന്നുള്ളത് നമ്മൾ നാളെ മുതൽ ചർച്ച ചെയ്യും. ഓക്കെ. അപ്പൊ ബേസിക് ആയിട്ടുള്ള യോഗസാര ഉപനിഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും ബേസിക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു, പ്ലാറ്റ്ഫോം. ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ആ ചോക്ലേറ്റ് കഴിക്കുന്നവരായി മാറണം. ഓക്കെ. ആ ചോക്ലേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രല്ലേ എത്രമാത്രം മധുരമാണ് ഒരു ചോക്ലേറ്റിനുള്ളത് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് മധുരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നിങ്ങൾ ആരും ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല. ഓക്കെ. യെസ്. അപ്പൊ 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണുകളടച്ചു വെക്കാം. കണ്ണുകളടച്ചു വെക്കാം. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. പിന്നെ നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ ഈ കാര്യം, ഈ ഒരു നോളജ്, ഈ ഒരു അറിവ് അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുവാൻ, വിവേകമായി മാറുവാൻ, ബുദ്ധിയിൽ ഉറയ്ക്കുവാൻ ഉള്ള ഒരു പ്രാർത്ഥനയും സങ്കല്പവും ഉള്ളിൽ വെക്കൂ. ശ്വാസതാളത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം കണ്ണുകൾ തുറക്കാം. ഇപ്പൊ നാളെ മുതല് നമ്മളെല്ലാവരും ആ ചോക്ലേറ്റ് കഴിച്ചു തുടങ്ങാൻ പോവാണ്. ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ സുമേരു ഗ്രൂപ്പ് അംഗങ്ങള് രാവിലെ സാധന ഉണ്ടല്ലോ, ആ സാധന നമ്മൾ കൃത്യം 5 മണിക്ക് പത്മസാധന സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ വാമപ്പ് ചെയ്തിട്ട് വേണം കയറുവാൻ വേണ്ടിയിട്ട്. ഓക്കെ. പത്മസാധന സ്റ്റാർട്ട് ചെയ്യും. ഫോളോഡ് ബൈ ഗുരുദേവന്റെ ശബ്ദത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കാരണം 6 മണിക്ക് നമുക്ക് സഹജന്റെ ഫോളോ അപ്പ് ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് കൃത്യം നമ്മൾ 5 മണിക്ക് പത്മസാധന സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ കരുതിക്കോളൂ. ഓക്കെ. സുമേരു ഗ്രൂപ്പ് അംഗങ്ങൾക്ക്. ഷൈനിജി, അങ്ങയുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ് ഈ നോളജ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു തത്വത്തിലേക്ക്. ഓക്കെ. യെസ്. അപ്പൊ നാളെ വീണ്ടും 7:30, കൃത്യം 7:30 മണിക്ക് നമുക്ക് കാണാം. നന്ദി.